ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ വ്ളോഗ് വർക്കൗട്ട് ചെയ്യാം, കുക്കിംഗ് ചെയ്യാം. അപ്പൊ ഗൈസ് എല്ലാവർക്കും അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത വർക്കൗട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ ആൾമോസ്റ്റ് ഇപ്പം ഒരു മാസമായി വന്നിട്ട്, ബട്ട് വർക്കൗട്ട് ഒന്നും ഇതുവരെ പ്രോപ്പർ ആയിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തായിരുന്നു. സ്റ്റിൽ പ്രോപ്പർ അല്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്. ഞാനേ ഉള്ളൂ ഒന്നും ചെയ്യാതെ എൻ്റെ കൈയൊക്കെ ശോഷിച്ച് പോയി. എന്തിനു ചെയ്യാനാ? അപ്പം ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അഴിച്ച് പറക്കി വെച്ചു. നമുക്ക് ഇന്നോട്ട് വർക്കൗട്ട് പ്രോപ്പറായിട്ട് തുടങ്ങണം. അപ്പം ഇന്നെന്ത് വർക്കൗട്ട് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെസ്റ്റ്. ഓക്കെ, ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് ആയിരിക്കും. നിങ്ങളെ വർക്കൗട്ടിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൺലൈനാണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾ മറ്റേ അഡ്ജസ്റ്റബിൾ ഡംബലും പിന്നെ ഒരു ബെഞ്ചുമാണ് മേടിച്ചേക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം പറക്കിക്കൊണ്ട് പോകണം. അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പം വാട്ട് ഈസ് ദാറ്റ്? സ്വെറ്റ്. അപ്പം എൻ്റെ ഷർട്ട്, എൻ്റെ ഷർട്ടെല്ലാം എടുത്തോണ്ട് പോയി ഗൈസ്. എൻ്റെ ഷർട്ട് എടുക്കുവാണ്, എൻ്റെ പാൻറ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. Because my pants and shirts are not fitting me. Because of ഇത് ആശിഷ് ബ്രോയുടെ രണ്ടാമത്തെ ഗിഫ്റ്റാണ്. ആശിഷ് ബ്രോ 2 ഗിഫ്റ്റാണ് ചെയ്യുന്നത്. ഇതിനെന്താ പറയുന്നത്? മെറ്റർണിറ്റി ഡ്രസ്. അപ്പം നമ്മളിത് പറഞ്ഞോണ്ടിരുന്നത് എന്താണ് പറഞ്ഞോണ്ടിരുന്നത്? ഒരുപാട് എക്യുപ്മെന്റ്സ് മേടിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് തിരിച്ചവിടെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് ജിമ്മിൽ ഇതൊരു പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ, അതായത് ഇന്നിപ്പം ഡേറ്റ് മന്ത് എൻഡ് ആയിരിക്കുകയാണ്, നമ്മൾ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ബട്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഡയറ്റ് പ്രോപ്പറാണ്, അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ബട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടാണ്. പ്രോപ്പറായിട്ട് ഇനി വർക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ബോഡിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, ഷേപ്പ്ലെസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഷർട്ടൊക്കെ ഇടുമ്പോൾ വയറൊക്കെ കാണാൻ തുടങ്ങുന്നു. വേറൊന്നും സെയിം ദിസ് മച്ച് ഇസ് നോട്ട് ദെയർ. ഓക്കെ, ഇത്രയൊന്നും ഇല്ല കേട്ടോ. പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് പരിപാടി? ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ കിച്ചൺ വെച്ചാണ് കേട്ടോ നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. ബീട്രൂട്ട് വെട്ടി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ. നിങ്ങൾ രാഗിമുദ്ദ കഴിച്ചു? അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രാഗിമുദ്ദ കഴിച്ചിട്ടുണ്ടോ? ആദ്യം പറഞ്ഞ രാഗിമുദ്ദയും ചിക്കൻ കറിയും സെറ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സാധനം നിങ്ങൾ കഴിച്ചു നോക്കണം ഗൈസ്. ഒരു വെറൈറ്റി സാധനമാണ്. മധുരമില്ലാത്ത പായസത്തിനകത്ത് ചിക്കൻ കറി തിന്നുന്ന പോലെ ഉണ്ട്. നമ്മുടെ ഇല്ല ഗൈസ്, സീരിയസ്ലി പറയുന്നത് നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ അതന്നെ റായൽസീമയിലെ ഹെൽത്തി ഫുഡ്, അതെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ രാഗിമുദ്ദ. ബട്ട് അടിപൊളിയാണ്. ഞാനിപ്പോൾ ഡെയിലി രാഗിമുദ്ദയാണ് കഴിക്കാറ്. അപ്പൊ ഇന്ന് മുതൽ പ്രോപ്പറായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. If you want ragi mudda recipe, comment below. രാഗിമുദ്ദയുടെ റെസിപ്പി വേണ്ടവര് കമന്റ് ചെയ്യാനാ പറഞ്ഞ കേട്ടോ. അതൊരു വെറൈറ്റി ആണ് ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. അമ്മ ഇവിടെ రాగి ముద్ద రెసిపీ కావాలంటే కమెంట్ చేయమని చెప్పిన. ఒక రోజు చూపిద్దాం. అమ్మ హాయ్. నమస్తే. What curry? Potato and brinjal curry and beetroot thoran fry. Beetroot thoran. Mango instant chutney. Raw mango instant chutney. Pickle കാదు, ചട്നി. അതുപോലെ തന്നെ നമ്മൾ പുട്ടപർത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. മേ ബി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്ററി ടൈപ്പ്, ഒരു സിനിമാറ്റിക് ഡോക്യുമെൻ്ററി ടൈപ്പ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കഴിച്ചു കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. വലിയ പെർമിഷനൊക്കെ അകത്ത് കുറേ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. പെർമിഷൻ കിട്ടുവാണെങ്കിൽ nowadays it become more strict here, so they are not giving permission to everyone. We need to try. അതെ തന്നെ. അപ്പം എല്ലാവർക്കും അങ്ങനെ പെർമിഷൻ കിട്ടുന്നില്ല. ബട്ട്
നമ്മൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പുട്ടപ്പുറത്തെ പറ്റി, അതായത് അകത്തെ ആ പുട്ടപ്പുറത്തിൻ്റെ അകത്തുള്ള എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് ഒരു കിഡിലെ ഒരു സിനിമാറ്റിക് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കിട്ടുമെന്ന്, ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യാം. എന്താണ് പറ? I'm doing one small thing just for myself. എന്താണ് സീമന്തം വരുമല്ലേ, ഞാൻ കുറച്ച് എൻ്റെ സീമന്തം ബ്ലൗസിനകത്ത് ഫാബ്രിക് പെയിന്റിങ് ചെയ്ത്. ഇത് കണ്ടോ ഗൈസ്? അപ്പോൾ അവള് സീമന്തത്തിനുള്ള ബ്ലൗസ് ഇല്ലേ, ബ്ലൗസിലേക്ക് വേണ്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ബാക്കിൽ വരുന്ന ഡിസൈനാണ്, അവള് തന്നെ വരച്ചാണ് കേട്ടോ. അവള് വരച്ചിട്ട് പെയിന്റ് ചെയ്തേക്കാണ്. ഫാബ്രിക് പെയിന്റ് അല്ലേ, ഫാബ്രിക് പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇത്. ഓക്കെ, but it is nice only. I just first time I tried. Some beginner mistakes are there. Slowly I will improve. But it is nice only. Now I need to finish hands ഉണ്ട്. Hands I need to finish. ഇനിയിപ്പം കൈക്കുള്ള ഡിസൈൻ ഉണ്ട്. ഇതിപ്പം ബാക്കിലത്തെ ഡിസൈൻ ആണ്. ഇനി കൈക്കുള്ള ഡിസൈൻ back side of the blouse. And ഒരു റീൽ ചെയ്യുന്നുണ്ട്. ഒരു റീൽ അവൾ അതിന്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റീൽ ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നതും എല്ലാമായിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഡിസൈൻ ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കും ഈ ബ്ലൗസ്. അമ്മ ഇപ്പം സ്റ്റിച്ച് ചെയ്യും. ഇതെല്ലാം അമ്മ ഫസ്റ്റ് അമ്മ എൻ്റെ മെഷർമെന്റ്സ് എടുത്തിട്ട് മാർക്കിംഗ് ചെയ്ത്, ഇത് ഹാൻഡ്സ്, ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്, അങ്ങനെ മാർക്കിംഗ് ചെയ്ത്. I don't know whether you can see it or not. Outline you can see here. No, final output they will see, no? Final output we will show. After stitching we will show. And on Srimantam day also we will show. On wearing and getting ready and we will show that. അതെ. അപ്പോൾ സ്വന്തമായിട്ട് ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. പെൺകുഞ്ഞാണെങ്കിൽ രക്ഷപ്പെട്ടു ഗൈസ്. മെയിലും അമ്മ ഗേൾസിനുള്ള ഡ്രസ്സ്, so many clothes we saved. If it is a girl, my mom is ready to stitch so many clothes. അത് തന്നെ. പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞിനുള്ള ഡ്രസ്സ്, അതായത് മെയിൻലി നിങ്ങളുടെ അമ്മ only for girls she is doing, right? Only for girls. Earlier it was only for us, and then slowly she did for some other people also. She used to do. Now she is not doing that much. പെൺകുഞ്ഞാണെങ്കിൽ ഇഷ്ടത്തിലുള്ള ഡ്രസ്സ് ഇടുന്നത് നമുക്ക് കൊണ്ടുപോകാം. For us it will be there. അതെ. House, right, like we are then granddaughter. Granddaughter ആണെങ്കിൽ I will try to do more like this. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത്, like this art, design and everything I like so much. But no time because of work. In a വീട്ടിൽ I did one painting, right? That one also we should show. Come, let's show that. ഇവള് മറ്റേ ഇവിടുത്തെ ഹൗസ് വാമിങ്ങിന്റെ അന്ന് ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കാണിച്ചു തരാവേ. Come on. ഇത് നോക്ക്. ഇത് അവള് മറ്റേ ഹൗസ് വാമിങ്ങിന്റെ അന്ന് പെയിന്റ് ചെയ്തതാണ് കേട്ടോ. My sister and my brother also helped. But main art is by me. They filled color and this yellow is there, no, this lot, right? So I did sketch. It is there in my Instagram account. Reel is there. I kept the process. ഇത് മെയിൻ അട്രാക്ഷൻ എൻ്റെ വീട്ടിൽ ആണ്. സ്വന്തമായിട്ട് ചെയ്തോണ്ട് പറയല്ലേ, അതുകൊണ്ടല്ലേ. everyone asked who did this. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്തിന് ഹാപ്പി? someone is appreciating our work. So you feel happy for that. വീഡിയോ എടുക്കുന്നില്ലേ ഈ റീൽ ഇടാൻ വേണ്ടിട്ടത്? എല്ലാം ഉണ്ട്. ഫസ്റ്റ് I need to wear it. Okay. Everything if we show people will get bored. Okay, എന്നാ ചെയ്തോ. എന്തൊക്കെയാണ്? Omelette, മുദ്ദ, beetroot fry, mango chutney, and
ആലു ബ്രിഞ്ചോൾ കറി. ഇത് നമ്മുടെ രാഗിമുദ്ദ, പറഞ്ഞില്ലേ രാഗിമുദ്ദ, ഇതാണ് രാഗിമുദ്ദ. ഇത് ആലുവും പിന്നെ നമ്മുടെ അതായത് ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും കൂടെ വെച്ചിട്ടുള്ള ഒരു കറി. ഇത് എന്താണ് ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ ഓംപ്ലേറ്റ്. ഇവിടെ പിന്നെ വിശപ്പ് പിടിച്ചിർത്താൻ പറ്റില്ലല്ലോ. ഇനി ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് പണ്ടാരം തുടങ്ങി. ഇനി അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാവേ. ഇപ്പോൾ സമയം എത്ര? 4 മണി, 4:30 എന്തോ ആയല്ലേ? 4:30 ആയിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് വേറെ ഒന്നുമല്ല, ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമ്മൾ മെഡിസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ ഒരു പെട്ടി തപ്പി കിടക്കുമായിരുന്നു. അപ്പം ഇവിടെ മീഷോയിൽ കണ്ട് മേടിച്ചാണ് കേട്ടോ. ഇത് നോക്ക്. How much for this? 115. 115 രൂപ എന്തോ ഉള്ളു കഴിച്ചു ഇതിന്. പക്ഷെ ഇത് ക്വാളിറ്റി കിണ്ണാച്ചി ക്വാളിറ്റി ആണ് കേട്ടോ ഈ സാധനം. ഇത് മെഡിസിൻ ഇടാൻ വേണ്ടിട്ട് മേടിച്ചാ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റെഡി ആയിട്ട് വന്നാലോ? വർക്കൗട്ട് ചെയ്യാം. വലിയ കാര്യത്തെ വർക്കൗട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് മേളിൽ സെറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പം മഴ തുടങ്ങി. വർഷം പടുത്തുന്തി. ഇവിടെ മഴ നല്ല മഴ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അല്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മേളിലെ നമ്മുടെ ടെറസിൽ സെറ്റ് ചെയ്യാന്ന് ഓർത്താണ്. പിന്നെ കഫേൻ, നോ കഫേൻ. ഈ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് കഫേൻ ഒരുപാട് എടുത്തുകൂടാ. ഈ ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നം വരും. അതായത് കുഞ്ഞിന് കഫേനോ അതിനാശമൊന്നുമില്ല, വേറെ ഒന്നുമില്ല ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് അറിയാലോ, ഈ കഫേനൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതായത് ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അത് കുഞ്ഞിനെ എഫക്ട് ചെയ്യും, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസി ടൈമിൽ കഫേൻ ആരും യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഒരു 8-9 മാസത്തേക്കിനല്ലേ സാക്രിഫൈസ് ചെയ്തല്ലേ പറ്റുള്ളൂ. 9 മാസം ചില്ലായിരുന്നു. I can drink. While breastfeeding we can drink. എനിക്കറിയത്തില്ല, എനിക്ക് ഇവിടെ ജിമ്മിൽ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. അത് മാത്രമല്ല അവിടെ വാഷ്റൂം പോലും ഇല്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 10 ഐറ്റം ഉള്ളെങ്കിൽ 10 ഐറ്റം നല്ലതാണ്. എന്തായാലും നാളെ തൊട്ട് സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. നാളെ തൊട്ട് ഞാൻ എന്തായാലും ജിമ്മിൽ പോവാണ്. പ്രോപ്പറായിട്ട് ഇതാക്കണം. എന്റെ ബോഡി ഫുള്ള് ഫോം ഔട്ട് ആയി ഗൈസ്, എല്ലാം പോയി. വേറെ ഒന്ന് അത് കുറച്ച് 1 മാസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്ക് ടു ഫോം അത് വരും. അതിപ്പോ ഈ ടൈമിൽ എന്തായാലും ഇങ്ങനെ ആയിരിക്കും. അല്ല, 1 മാസം ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഒന്നും ബാക്ക് ടു ഫോം ആവും. ഓക്കെ, അപ്പം കോഫി പിടിച്ചിട്ട് നമുക്ക് നേരെ ഇനി വർക്കൗട്ടിലേക്ക് പോവാം. റൂമിൽ, അതായത് എൻ്റെ കമ്പ്യൂട്ടർ വെച്ചേക്കുന്ന റൂമിൽ എടുത്ത് സെറ്റ് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ. ഫ്ലെക്സ് നെസ്റ്റിന്റെ ആണ് കേട്ടോ സാധനം. ഒരു ബെഞ്ചും നമ്മൾ 2 ഡംബലും ആണ് കേട്ടോ മേടിച്ചേക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 തൊട്ട് 24 കിലോ വരെ നമുക്ക് ആക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ഡംബിലാണ് നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡംബിൽ മേടിച്ചിട്ട് സ്ഥലം കളയാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഇത്രയും വെയിറ്റ് ഫുള്ളാക്കിയിട്ട് തിരിച്ചു വെക്കുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. തിരിച്ചു വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് തിരിച്ച് ഇതിലോട്ട് വെക്കുമ്പോൾ കറക്റ്റ് ആ റാക്കിൽ കൊണ്ട് വെക്കണം, മനസ്സിലായോ? നമ്മൾ നല്ല ടയർഡായിട്ടായിരിക്കുമല്ലോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് താഴോട്ട് വെക്കാൻ വരും. അപ്പം നമ്മൾ കുറച്ച് പ്രോപ്പറായിട്ട് വെച്ചാൽ ഇത് ഇരിക്കത്തില്ല. അപ്പം നമ്മളിങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ. വാട്ട് യു ആർ ഗോയിങ് ടു ഡു? Today I didn't do warm up. He said morning we will do workout. But he didn't wake up. Guys, ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു. രാവിലെ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കിടന്നു. അപ്പൊ എന്നിട്ട് രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞ് കിടന്നിട്ട് എവിടെ എഴുന്നേറ്റത് 8:30. എന്നിട്ട് എന്നോട് പറയാ 8:30 ആയി, നമുക്കൊന്ന് നാളെ വൈകിട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അല്ല, you said that. While sleeping I said, guys, I will get hungry. Then why you are telling that? I said because I'm feeling so much tired. Because then why you are keeping on me? I'm not able to sleep properly because 6 to 7 times I need to go wash. What's this? That will be there. You don't have space. Obviously baby it will be is kicking so much at night, so I'm not able to sleep properly. സോ എന്നിട്ട് രാവിലെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ നമുക്ക് വൈകിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് ഇപ്പൊ നോക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു പോലും കള്ളം പറയില്ല കേട്ടോ. You only told. What I told? കള്ളി. You കള്ളൻ. കള്ളൻ. സോ നമ്മള് ആദ്യം ചെയ്യുന്ന വേറെ ഒന്നുമല്ല. ഞാനിപ്പോ കുറെ ദിവസമായി വാമപ്പ് പോലും ചെയ്തിട്ടില്ല. ജസ്റ്റ് എനിക്ക് വാമപ്പ് ചെയ്യാം, ലൈറ്റായിട്ട് ചെയ്യാം. നാളെ തൊട്ട് ഞാൻ ജിമ്മിൽ പോകും. ഇന്നിപ്പം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പം എല്ലാവരും നിങ്ങളും പോകണം കേട്ടോ ജിമ്മിലൊക്കെ പോകും. അല്ലെങ്കിൽ പിന്നീട് ആകാശം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. Whatever I am doing, these exercises, all these are very much helpful for pregnant ladies. Ah. Yes. Okay. Nice.
Wow. കരണ്ടും പോയടേ, എന്ത് അവസ്ഥയാണ്. വെളിയിൽ കൊടുങ്കാറ്റാ, അങ്ങനെ കരണ്ടും പോയി കഴിച്ച്. എന്തൊരു അവസ്ഥയാണ് ഇത്. അങ്ങനെ കരണ്ട് പോയി, ഉള്ള ലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. വല്ലപ്പോഴും ആണ് വ്ലോഗ് ഇടുന്നത്, അതുപോലും സമ്മതിക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ yesterday match was there, no? Yesterday because of CSK match he didn't come. വൈകിട്ട് മാച്ച് കാണണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടെങ്കിലും ഷൂട്ട് ചെയ്യുന്നതന്നെ കേസ്. കൊച്ചകത്ത് കിടന്ന് കുലുങ്ങുമായിരിക്കും പാവം. അത് എനിക്ക് തള്ള എന്തിരി കാണിക്കുന്നേ. ഞാൻ സ്ഥലമില്ലല്ലോ എനിക്ക് വിഷപ്പെടുക്കാൻ. How many did you do? 25. Oh, 25. Why 25 means I used to do 35 to 40. 25 ചെയ്തോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 ആഴ്ചയായി, 2-3 ആഴ്ചയായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട്. 2 ആഴ്ച. 2-3 ആഴ്ചയായി. അപ്പൊ നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ മസിൽ മെമ്പർ വെച്ചിട്ട് വലിച്ചു വാരി ചെയ്യാൻ നിൽക്കരുത്. ഗായ്സ്, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഇത് കണ്ടിട്ട് അല്ല, ഞാൻ ബേസിക്കലി പറയാം, നമുക്കല്ല ഒരുപാട് ഓഡിയൻസ് ഒന്നും ഇല്ല, സ്റ്റില് ഞാൻ പറയുകയാണ്. ഇത് കണ്ടിട്ട് ആരും ഈ പ്രഗ്നൻസി ഉള്ളവരാരും ഇങ്ങനെ ചാടിക്കയറി ചെയ്യാൻ നിൽക്കരുത്. Because from 2 years I'm doing strength training. അവള് രണ്ട് വർഷത്തോളമായി എന്താ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ചെയ്ത് പ്രഗ്നന്റ് ആയ ടൈമിലും എല്ലാം ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ദേഹം അനങ്ങാണ്ടേയും എന്താണ് suddenly when you are pregnant you should not do all these things. എന്താണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളവരായാലും അങ്ങനെ ചെയ്യരുത്. ഭയങ്കര ലേറ്റ് ആയിക്കാണ് ഇപ്പം. അല്ല, ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല, ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ അത് ശോകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറയുന്നത് കേട്ടോ. We asked doctor and then I'm doing all these things. My body is adjusted to yoga since I am in 8th standard. അല്ലാണ്ട് ചാടി കയറി മറ്റേ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ചെയ്യുന്ന ടീംസ് അല്ല, അതിനു മുമ്പേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗായ്സ്, കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനു ചെയ്യും ലൈറ്റ് പോവാണെങ്കിൽ? നമ്മൾ ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റിയാലോ? ഇവിടെ ആകുമ്പോൾ കുറച്ച് ലൈറ്റോടെ കിട്ടും. നമ്മൾ ഇതേ ആ റൂമിൽ നിന്ന് വർക്ക് ചെയ്തേ ഇവിടെ വെളിയിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ വെട്ടമുണ്ട് ഗൈസ്. മറ്റേ റൂമിൽ നിന്ന് കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. ഈ വെട്ടം പോകുന്ന വരെ ഉള്ളു ടൈം. അപ്പം ഗൈസ് നമ്മൾ ചടപടയാൻ തുടങ്ങട്ടെ. അപ്പം ഇൻക്ലൈൻ ഫസ്റ്റ് ഇൻക്ലൈൻ. ആദ്യം എത്ര കിലോ എടുക്കുന്നേ? 5.5 ആക്കി എഴുതണ്ടോ? ഇതിങ്ങനെ 5.5 ആക്കിയില്ലേ, അതുപോലെ 2 സൈഡ് 5.5 ആക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. കമോൺ. ഓ ഈസി. ഹൗ മെനി? 14. ഇത് കണ്ടോ, ഈ താത്ത് വെക്കുമ്പോൾ മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലായോ? ഇത് നമ്മൾ കറക്റ്റ് ആ ഫ്രെയിമിനകത്ത് ഇങ്ങനെ കയറ്റി വെക്കണം. ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഫേസ് ചെയ്യും, മനസ്സിലായോ? ഓക്കെ, ഞാനും അപ്പം ലൈറ്റ് വെയിറ്റ് ആണ് തുടങ്ങുന്നത്. ഇപ്പോഴേ വെയിറ്റ് ഒരുപാട് എടുത്ത് തുടങ്ങുന്നില്ല. ഞാൻ 16 കിലോ ഇട്ടാണ് തുടങ്ങുന്നത്. ഞാൻ മുട്ടന് ഇടി കിട്ടുന്നുണ്ട് കേട്ടാ. ഇതണ്ട, ഇത് തിരിച്ചു വെക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഇത് എവിടെ ഇരുന്നത്. എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് അടിച്ച് പൊട്ടിയിട്ട് വന്നിട്ട് തിരിച്ചു വെക്കത്തില്ലേ, ഇതിൽ വെക്കാണ്ട് താഴെ വെക്കാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ വെയിറ്റ് എടുക്കാൻ വേണ്ടി പിന്നെ തിരിച്ചു വെക്കണം, ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതേ ഉള്ളൂ ഇതുകൊണ്ട്. ബട്ട് സാധനം അടിപൊളിയാണ്. ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് മേടിച്ചാൽ മതി കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെസ്റ്റിൻ്റെ എല്ലാം ഈ വേരിയേഷൻ കഴിഞ്ഞാൽ അടുത്ത വേരിയേഷൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ അടുത്ത വേരിയേഷൻ ആകുമ്പോൾ ഇനി കാണിച്ചു തരാവേ. കറണ്ടും വന്ന് ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത് നമ്മൾ ഫ്ലാറ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എത്ര കിലോയാ? 5.5 ഉണ്ട്. Or else I can take 10. Now I am not. No need. 5.5 easy. What? Don't give so much pressure. If you can't means leave. No. വരുന്ന കൊച്ചൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. Take. Then? Can't get up. Help. ഈ ബെഞ്ചിലൊക്കെ കിടന്നിട്ടാണെങ്കിൽ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റത്തില്ല. നോർമലി അവിടെ എഴുന്നേക്കുന്നത്
ചരിഞ്ഞിങ്ങനെ കിടന്നിട്ടാണ് എഴുന്നേക്കുന്നത്. അതിങ്ങനെ ഡയറക്റ്റ് എഴുന്നേക്കുമ്പോൾ നമ്മൾ വയറിന് ടൈറ്റ് ചെയ്തിട്ട് വേണം എഴുന്നേക്കാൻ. അത് പറ്റത്തില്ല. അപ്പം ഞാനും ഇനി അടുത്തത് ഫ്ലാറ്റ് അടിക്കാൻ പോകണേ. 16, 17. ഈ സാമാനം വെക്കാനാണ് പാടിനി. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇട്ടേക്കാം കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല, ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇനി അവർ പ്രൊമോഷൻ ആയിട്ട് എന്തെങ്കിലും അയച്ചു തരുന്നെങ്കിൽ തരട്ടെ. ഈ വേരിയേഷനോടെ കഴിഞ്ഞിട്ട് അടുത്ത എന്താണോ ചെയ്യുന്നത് അത് കാണിച്ചു തരാം കേട്ടോ. ഇൻക്ലൈൻ ഫ്ലൈസ് ആണ് കേട്ടോ ഈ ചെയ്യുന്നത്. അവർക്ക് അതായിരിക്കും ഈസി, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 വർക്കൗട്ട് ചെയ്താണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് ചെസ്റ്റിന്. ഒന്ന് നമ്മൾ ഇൻക്ലൈൻ പ്രസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഞ്ച് പ്രസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇൻക്ലൈൻ ഫ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. വാട്ട് ഹാപ്പൻ? Come on. ഹൈറ്റൊക്കെ പതുക്കെ കുറഞ്ഞിട്ടുണ്ട്. പതുക്കെ പതുക്കെ എടുത്തങ്ങ് എറിയാണ്. How much weight? 10. Not taking so much weight. നമ്മൾ അവിടെ നിന്ന് എല്ലാം പറക്കി ഇവിടോട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് ലൈറ്റ് എല്ലാം ഫുള്ള് പോയി. പിന്നെ ഫാൻ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ അമ്മോ ഭയങ്കര ചൂടാണ്. ഇവളിനി ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിർത്തും കേട്ടോ. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വയ്യ, ടയേർഡായി. കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ടേ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഒറ്റയടിക്ക് വെയിറ്റ് ട്രെയിനിങ് ഒറ്റയടിക്കും കൂടെ ചെയ്യുമല്ലേ. കുറേ ദിവസത്തെ ഇപ്പം ഓൾമോസ്റ്റ് 1 month ആയി കാണും അല്ലേ. 1 month ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അടുത്ത ഞാനിനി ട്രൈസെപ്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ട്രൈസെപ്സ് ചെയ്യാൻ പോകണം. എൻ്റെ സെറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രൈസെപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകും. യു ആർ ഗോയിങ്? കുറേ ദിവസം വെയിറ്റ് എടുക്കാനിരുന്നിട്ടേ എന്തോ ബുദ്ധിമുട്ട്. എനിക്കിനി 2 വേരിയേഷനോടുണ്ട്. ആ വേരിയേഷനോടെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഫ്രഷ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇന്ന് ഞാൻ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് നമ്മൾ ചാടി കയറിയിട്ട് ഒന്നും ചെയ്യരുത്. ഇതെല്ലാം ഒരു 2 സെറ്റോടുണ്ട്. ആ 2 സെറ്റോട് അടിച്ച് കഴിഞ്ഞിട്ട് പോയി ഫ്രഷ് ആയിട്ട് നമുക്കിനി കാണാം. ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ കഴിക്കാനെന്ന്? ബ്രൗൺ റൈസ് ആൻഡ് സെയിം കറീസ്. പിന്നെ ഞാൻ ലുലുന്ന് മേടിച്ച നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനും നമ്മളെല്ലാവരും. നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്നും പതിവ് പോലെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നടക്കുന്നില്ല, കുറച്ച് ടയർഡാ. 5-10 minutes I will walk. ഇന്നത്തെ വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഈ വ്ലോഗ് എങ്ങനെയുണ്ട് കമന്റിൽ പറ. ഇനി സജഷൻസ് പറ. കറക്റ്റാ? ഫുഡ് എന്തെങ്കിലും റായലസീമ ഫുഡ് ഇഫ് യു വാണ്ട് റെസിപ്പി കമന്റിൽ പറ. We will do one recipe also. അവസാനം പിന്നെ ഇത് ഇങ്ങനെ കുക്കിംഗ് ചാനലാക്കി മാറ്റേണ്ടി വരും തോന്നിയ. Just saying different food, right? നിങ്ങൾ വ്ളോഗിനകത്ത് ഇനി കമന്റ് ഇടേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ അടുത്ത വ്ളോഗ് എന്താണ് വേണ്ടത്? എന്ത് സജഷൻ നിങ്ങളുടെ അതായത് നിങ്ങളുടെ കമന്റ്. നെക്സ്റ്റ് ഫ്രൈഡേ വ്ളോഗ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യുക. ഇന്ന് നിങ്ങളിപ്പോൾ അത് കാണുകയാണെങ്കിൽ അതിൻ്റെ തലേദിവസമായിരിക്കും ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഇന്നിടുന്ന ഈ കമൻറ്റിൽ ഞാൻ എല്ലാ കമൻറ്റും നോക്കിയിട്ട് ഞാൻ ഇനി വെള്ളിയാഴ്ചത്തേക്കിനുള്ള വ്ളോഗ് അതിനകത്തു നിന്നായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം മെയിലിൽ. അതെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ കമൻറ്റിൽ വായോ. അപ്പം വീഡിയോ അപ്ലോഡ് ആവും. നാളെയല്ല, നാളെ. ബട്ട് they are watching means നാളെ means it will be by Thursday morning. We can shoot whatever they are asking. That's what I told. തലേദിവസം means you are not. എന്തൊക്കെയാണ് പ്രശ്നം? എന്തെങ്കിലും പറഞ്ഞ് മലയാളത്തിൽ യു ആർ ഡൗട്ടിങ് മൈ മലയാളം. ഐ ആം എക്സ്പെർട്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞ പോലും അറിയത്തില്ല. അപ്പോൾ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് ഇനി എന്താണ് വേണ്ടതെന്നുള്ള സജഷനും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യുമോ അത് നമ്മൾ വീഡിയോ ചെയ്യും. കറക്റ്റാ? നിങ്ങൾ എന്ത് കമന്റ് ചെയ്യുമോ അത് ഞങ്ങൾ വീഡിയോ ചെയ്യും.
ഓക്കെ, അപ്പം നിങ്ങളതൊരു കാര്യം ചെയ്യും. This is how I know Malayalam. Grammar mistakes will be there. Please adjust. പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അഡ്ജസ്റ്റ് ചെയ്യാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. Adjust. I will slowly improve. ഓക്കെ, സ്ലോലി അപ്പം ഇമ്പ്രൂവ് ചെയ്തോളൂ. സോ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഗൈസ്, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. കമന്റ് അങ്ങനല്ല വൈൻഡപ്പ് ചെയ്യുന്നേ, പ്രോപ്പർലി വൈൻഡപ്പ് ചെയ്യും. എന്താണ് Don't laugh. നോട്ട് ലാഫ്. എന്താണ് വൈൻഡപ്പ് ചെയ്യും? ഇത് വൈൻഡപ്പ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അടുത്ത വൈൻഡപ്പ് ചെയ്യും. Sometimes if I start laughing, I can't stop. വൈൻഡപ്പ് ചെയ്യാം. I'm getting that dialogue only. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. എന്തൊക്കെ ചെയ്യണമെന്ന് പറ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കറക്റ്റാ, ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എല്ലാം ഫുൾ സ്റ്റോപ്പ്. You are keeping full stop on everything. Then you will say I said unsubscribe, so and subscribe. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത വ്ലോഗുമായിട്ട് ടിങ് ടിങ് അടിക്ക്. അപ്പോൾ നമ്മൾ അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.